ഞാൻ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തില്ല. നമുക്ക് ഭക്തന്മാർക്ക് എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. ക്ഷേത്രത്തിലെ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭക്തന്മാർക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഓരോ ക്ഷേത്രത്തിലും ചുറ്റും താമസിക്കുന്ന ഭക്തന്മാരുടെ ഉത്തരവാദിത്വമാണ്. ആ ക്ഷേത്രത്തിലെ ഭൂമി അന്യാധീനപ്പെടുമ്പോൾ, ആ ക്ഷേത്രത്തിലെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമ്പോൾ, ആ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഭക്തജനങ്ങളെ രംഗത്ത് വരണ്ടേ? ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള ഔത്സുക്യം ഉള്ള പോലെ ഒരു ക്ഷേത്രത്തിലെ ആചാരം ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം, അതേ വികാരം തന്നെ ആ ക്ഷേത്രത്തിന്റെ തിരുവാഭരണം മോഷ്ടിക്കുമ്പോൾ ഉണ്ടാകണ്ടേ? അതെന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഇല്ലാതെയായി പോകുന്നത്? ക്ഷേത്രത്തിന്റെ ആചാരത്തോടൊപ്പം ക്ഷേത്രത്തിന്റെ സമ്പത്തും സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെ ഹൈന്ദവ സമൂഹം തെരുവിലിറങ്ങിയാൽ മാത്രമേ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ തെരുവിലിറങ്ങി പ്രക്ഷോഭത്തിന്റെ മാർഗത്തിലൂടെ പോകണം എന്ന് അങ്ങനെ സാധിക്കുമോ അന്ന് മാത്രമേ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ.